CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കൽദായ സുറിയാനി സഭ മുൻ ആർച്ച് ബിഷപ്പ് മാർ അപ്രേം കാലം ചെയ്തു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിടവാങ്ങുന്നത് ആത്മീയാചാര്യൻ, സഭാതലവൻ, സാംസ്കാരിക നേതാവ്, സഭാചരിത്ര ഗവേഷകൻ, ഗ്രന്ഥകർത്താവ്, സുറിയാനി ഭാഷാപ്രേമി എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹായിടയൻ. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ രാവിലെ നടത്താൻ നിശ്ചയിച്ചിരുന്ന ക്ഷേത്ര ദർശനം ഉച്ചയ്ക്ക് നടത്തിയാണ് മടങ്ങിയത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച സൂചനാ ബസ് സമരത്തിന് മാറ്റമില്ല. സ്വകാര്യ ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുമായി മുന്നോട്ടു പോകുന്നത്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 22 മുതൽ അനിശ്ചിതകാല പണിമുടക്കെന്നും സമരസമിതി. മന്നലാങ്കുന്നിലെ വെള്ളക്കെട്ട് നിർമ്മാർജ്ജനം എങ്ങും എത്തിയില്ല. ഞായറാഴ്ച രാത്രിയിലുണ്ടായ മഴയിൽ സർവീസ് റോഡിൽ വെള്ളം കയറി ഗതാഗതം നിലച്ചു. പ്രദേശത്തെ വീടുകളിലുള്ളവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നു. BJPയുടെ നേതൃത്വത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചാവക്കാട് ആശുപത്രി റോഡിൽ പാടത്തേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞു. ഡ്രൈവർ ചാടി രക്ഷപ്പെട്ടു. ബ്ലാങ്ങാട് സ്വദേശി ബിനീഷിന്റെ ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. വധശ്രമക്കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ ചാവക്കാട് പോലീസ് പിടികൂടി. തളിക്കുളം എടശ്ശേരി സ്വദേശി മണക്കാട്ടുപടി വീട്ടിൽ സിജിൽ രാജിനെയാണ് അറസ്റ്റ് ചെയ്തത്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ സ്ഥാപക പിതാവ് കാട്ടുമങ്ങാട്ട് അബ്രഹാം മാർ കുറിലോസ് വലിയ ബാവയുടെ 223ാമത് ഓർമ്മ പെരുന്നാളിന് സഭാസ്ഥാനമായ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദൈവാലയത്തിൽ കൊടിയേറി. വായനപക്ഷാചരണത്തിന്റെ ഭാഗമായി ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകരെ ആദരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലിശ്ശേരി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും വ്യാപാരികളുടെ മക്കൾക്കുള്ള അനുമോദനവും PP ഓഡിറ്റോറിയത്തിൽ നടത്തി. മലയാള മാസപ്പിറവി ദിനമായ ചിങ്ങം 1 ഗുരുവായൂരിൽ നടത്തുന്ന ചിങ്ങമഹോത്സവത്തിന് 251 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫോറസ്ട്രി ക്ലബിന്റെ നേതൃത്വത്തിൽ വനമഹോത്സവം നടത്തി. നിയമപാലകർക്ക് മഴക്കോട്ടുകൾ നൽകി ഗുരുവായൂർ ലയൺസ് ക്ലബ്. ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ആവശ്യമായ മഴക്കോട്ടുകളാണ് നൽകിയത്. SI CK ഷാജു ഏറ്റുവാങ്ങി. ചിറനെല്ലൂർ സെന്റ് ആന്റണീസ് പള്ളിയിലെ മതബോധന വിദ്യാർത്ഥികൾക്ക് കൂനമുച്ചി സത്സംഗിന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചുള്ള കൈപ്പുസ്തകം സമ്മാനമായി നൽകി. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിമാസ പുസ്തക ചർച്ച നടന്നു. സുനിൽ P ഇളയിടത്തിന്റെ അലയടിക്കുന്ന വാക്ക് എന്ന പുസ്തകത്തെ സംബന്ധിച്ചാണ് ചർച്ച നടത്തിയത്. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള 17ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം AICC അംഗം അനിലക്കര ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം 9ാം വാർഡിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും കുടുംബസംഗമവും നടന്നു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ ചാവക്കാട് വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ഗുരുവായൂർ IMAയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർക്ക് ആദരമൊരുക്കി. ഗോകുലം പാർക്കിൽ നടന്ന ആദര ചടങ്ങ് മുതിർന്ന ഡോക്ടർ V രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം മങ്ങാട് വോൾഗ മണ്ഡപത്തിൽ നടന്നു. ഓൾ കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എരുമപ്പെട്ടി പഞ്ചായത്ത് യൂണിറ്റ് രൂപീകരിച്ചു. കേരള കർഷക സംഘം പന്നിത്തടം മേഖലാ സമ്മേളനം PR ജയകൃഷ്ണൻ നഗറിൽ കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ലയൺസ് ക്ലബ് തിരുവങ്കിടം ALP സ്കൂളിൽ വൃക്ഷത്തെ നട്ടു. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം 3ാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം മുക്കിലപ്പീടികയിൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഇന്നർവീൽ ക്ലബ്ബ് വാർഷിക യോഗവും തെരഞ്ഞെടുപ്പും നടത്തി. പ്രസിഡന്റ് മിനി മോൺസിയുടെ അധ്യക്ഷതയിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മുഖ്യാതിഥിയായി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.